ഇടുക്കി കട്ടപ്പനയിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ. വെട്ടക്കുഴിക്കവല വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകരും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. അമൽനാഥ് പാടിച്ചാൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അമൽനാഥ്, എന്താണ് ഈ സംഘർഷത്തിൽ കലാശിക്കാനിടയായ സാഹചര്യം? ഈ കട്ടപ്പന നഗരസഭയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് UDF-ഉമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ UDF-നകത്ത് നിരവധി വിമത സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നത് കാണാൻ സാധിച്ചു. അതിനൊരു ഉദാഹരണമാണ് നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചത്. അതായത് മുൻ നഗരസഭാ ചെയർപേഴ്സണായ ഷൈനി സണ്ണി എന്ന UDF സ്ഥാനാർത്ഥിക്കെതിരെയാണ് കോൺഗ്രസിനകത്ത് തന്നെയുള്ള റിൻഡോ സെബാസ്റ്റ്യൻ അവർക്കെതിരെ മത്സര രംഗത്തേക്ക് വരുന്നു. കോൺഗ്രസിൽ നിന്നും രാജിവെക്കാതെയാണ് ഇത്തരത്തിൽ മത്സര രംഗത്തേക്ക് വന്നത്. അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ ഈ ഷൈനി സണ്ണി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ മണ്ഡലം പ്രസിഡന്റ് തന്നെയായിട്ടുള്ള റിൻഡോ സെബാസ്റ്റ്യൻ കൂടി വിമത സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് വരികയായിരുന്നു. അവിടെ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ഇടമാണ്. പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകരായ രണ്ടുപേർ മത്സര രംഗത്തേക്ക് വന്നതോടുകൂടി അത് അവിടെ കോൺഗ്രസ് വലിയ പരാജയ ഭീതി നേരിട്ടിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ തുടർന്നാണ് ഇന്ന് ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടായത്. ഈ ഷൈനി സണ്ണി ചെറിയാന്റെ പ്രവർത്തകർ റിൻഡോ സെബാസ്റ്റ്യന്റെ വീടിന് മുന്നിൽ വെച്ച് റിൻഡോ സെബാസ്റ്റ്യന്റെ പ്രവർത്തകരെയും മർദ്ദിക്കുകയായിരുന്നു. വെട്ടിക്കുഴ കവലയിലെ വാർഡിലാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകർ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഘർഷത്തിൽ ഈ റിൻഡോ സെബാസ്റ്റ്യന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പ്രവർത്തകർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. അവർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് UDF-നുള്ളത്. പ്രത്യേകിച്ച് കട്ടപ്പന നഗരസഭയ്ക്കകത്ത് വലിയ രീതിയിൽ UDF-നകത്ത് തന്നെ വലിയ പ്രതിസന്ധി, വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. പലരും ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പോകുന്നു. നിരവധി പേർ വിമത സ്ഥാനാർത്ഥികളായി വരുന്നു. അത്തരത്തിൽ വിമത സ്ഥാനാർത്ഥിയായി വന്ന റിൻഡോ സെബാസ്റ്റ്യനെയാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായ ഷൈനി സണ്ണി ചെറിയാന്റെ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. ആര്യ, ശരി, അങ്ങനെ അവസാന നിമിഷത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ച പ്രവർത്തകർ തന്നെ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. അമൽനാഥാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.